Good morning dear students and warm welcome to our 14th online class. ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ ആ ഒരു ഡിസ്കഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നുണ്ടെങ്കിലും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നതാണ്. അത് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അതെന്താണെന്നുള്ളത് അറിയണം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മെഷേഴ്സ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു കംപ്ലീറ്റ് ദെയർ പെർഫോമൻസ്. ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു വേർഡ് നമുക്ക് പറയാൻ പറ്റാവുന്നത് റിവാർഡ്സ് ആണ്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് എംപ്ലോയീസിന് അവരുടെ ഒരു പെർഫോമൻസ് ലെവലിൽ ഉയർത്താനായിട്ട് എടുക്കുന്ന മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻസെൻറ്റീവ്സിൽ രണ്ട് കാറ്റഗറിയാണ് നമ്മുടെ ഡിസ്കഷനിൽ ഉപയോഗിക്കേണ്ടത്. അതായത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സും. അതായത് മോണിറ്ററി ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സും നോൺ മോണിറ്ററി ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സുമാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിവാർഡ് എന്ന് പറയുന്നതിൽ നമുക്ക് എടുക്കാനുള്ളത് പേ ആൻഡ് അലവൻസ്, നമുക്ക് കിട്ടുന്ന ബേസിക് സാലറി, അതോടൊപ്പം കിട്ടുന്ന സ്പെഷ്യൽ അലവൻസസ്. സെക്കൻഡ് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്, ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ലെവലിനേക്കാൾ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് എന്തായിട്ട് പറയാം, ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് പറയാം. പിന്നെ പറയാവുന്നത് ബോണസ് ആണ്. സ്പെഷ്യലായിട്ട് നമുക്ക് അഡീഷണൽ പെർഫോമൻസിൻ്റെ ബേസിസിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ നമുക്ക് എന്തായിട്ട് പറയാം, ബോണസ് ആയിട്ട് പറയാം. ദെൻ പ്രോഫിറ്റ് ഷെയറിങ്, ഒരു ഓർഗനൈസേഷൻ്റെ ലാഭത്തിലുള്ള വിഹിതം എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ആ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നതിന് ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നതിന് ശേഷം എംപ്ലോയീസിന് അതുവരെ വർക്ക് ചെയ്തതിൻ്റെ ഒരു ബേസിസിൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണായിട്ട് നമുക്ക് പറയാവുന്നത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് തന്നെ, അതായത് ആ എംപ്ലോയി വഹിക്കേണ്ടതായിട്ടുള്ള എക്സ്പെൻസസ് അദ്ദേഹത്തിന് വേണ്ടി എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം, പെർക്വിസിറ്റ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ അയാളുടെ മക്കളുടെ ഫീസ് കൊടുക്കുന്നത് അയാൾ കൊടുക്കുന്നതിന് പകരം ആര് കൊടുക്കുന്നു, സ്ഥാപനം കൊടുക്കുന്നു. അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ്, സ്വന്തമായിട്ട് ബെയർ ചെയ്യേണ്ട മെഡിക്കൽ എക്സ്പെൻസസ് അദ്ദേഹത്തിന് വേണ്ടി ആര് ബെയർ ചെയ്യുന്നു, ഓർഗനൈസേഷൻ ബെയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്കീമിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാവുന്നത് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. ആദ്യം നമുക്ക് പറയാൻ പറ്റാവുന്നത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ എൻവയൺമെൻറ്റ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എംപ്ലോയീസിനെ ഉയർത്താനായിട്ട് ചിലപ്പോൾ ക്രഷുകൾ നടത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നഴ്സറി സ്കൂളുകൾ നടത്തേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ക്യാൻറ്റീൻ അല്ലെങ്കിൽ റെസ്റ്റ് റൂം, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കരിയർ അഡ്വാൻസ്മെൻറ്റ്. കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസിനെയാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് പറയുന്നത്, കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജോബ് എൻറിച്ച്മെൻറ്റ്, സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി അതോറിറ്റി എടുത്തുകൊണ്ട് കൂടുതലായിട്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ജോലി തനിയെ ചെയ്യാനുള്ള അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് എൻറിച്ച്മെൻറ്റ്. സ്വയമായിട്ടുള്ള ആ തൊഴിലിൽ കൂടുതലായിട്ടുള്ള ഒരു എംപവർമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്തുന്നതിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റാവുന്നത്, ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എംപ്ലോയി റെക്കഗ്നിഷൻ. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ ഇവാലുവേഷൻ നടക്കുമ്പോഴും ഓരോ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് ഇവാലുവേഷൻ നടക്കുന്നത്.
അപ്പോൾ അവിടെ നമ്മളുടെ വീക്ക്നെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളൊരു സാധ്യതയെ നമുക്ക് എന്തായിട്ട് പറയാം, നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് പറയാം. അതായത് നമ്മുടെ വീക്ക്നെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് അതിനെ തിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലയ്ക്ക് ഉയർച്ചയിലേക്ക് എത്താനായിട്ട്, ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ജോബ് സെക്യൂരിറ്റി ആണ്. നമ്മളുടെ വെൽഫെയറിന്, എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് സ്കീം എന്ന് പറയാം, സേഫ്റ്റി പ്രൊട്ടക്ഷൻ, ആ ഒരു ഏരിയയിൽ വരുന്ന ബെനിഫിറ്റ്സിനെയാണ് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. നമ്മൾ പറഞ്ഞു സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അതിനൊരു പരിഗണന കൊടുക്കുമ്പോഴാണ് അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ എംപ്ലോയീസിനും കൂടിയും ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ലാസ്റ്റ് വൺ എംപ്ലോയി എംപവർമെൻറ്റ്. എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് പറയുന്നത് ജോബിൽ മാത്രമല്ല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലും ഉയർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. അപ്പോൾ ജനറലായിട്ടുള്ള കാറ്റഗറിയുടെ ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അയാൾക്ക് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർഫോമൻസിൻ്റെ ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന റിവാർഡ്സിനെ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് പറയാം. രണ്ട് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫാക്ടേഴ്സും, നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ ഫാക്ടേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പേ ആൻഡ് അലവൻസ് ആണ്. നമുക്ക് ബേസിക് സാലറി എത്രയാണ്, ഇയർലി ഇൻക്രിമെൻ്റ് എത്രയാണ്, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വരുന്ന കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രീ റെൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കാം, ലോ റേറ്റിനുള്ള ഫുഡ് കിട്ടുന്നുണ്ടായിരിക്കാം. അതിനൊക്കെ നമുക്ക് അലവൻസസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസസ്, റെഗുലർ മന്ത്ലി കിട്ടുന്ന സാലറിയോട് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്ന അലവൻസസിനെ നമുക്ക് എന്തായിട്ട് പറയാം, ചേർത്ത് വെച്ചുകൊണ്ടാണ് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ അലവൻസ് എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ്സ് ഡയറക്റ്റായിട്ട് കിട്ടുന്നത് മാത്രമാണ് നമ്മളിവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് പറയുന്നത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് എന്ത്, പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണായിട്ട് പറയാൻ പറ്റാവുന്നത് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു പീസ് റേറ്റ് സിസ്റ്റം. അതായത് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് നമ്മളുടെ എഫിഷ്യൻസിനെ ഉയർത്തി കാണിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ടുള്ള ബോണസും അതേപോലെ തന്നെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതിനെയാണ് നമ്മളിവിടെ വേജ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്രത്തോളം പീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് സെക്കൻഡ് മോണിറ്ററി ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബോണസ് ആണ്. ഈ ബോണസ് എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് ഓരോ വർഷം നമുക്ക് അവിടുത്തെ ആ ഒരു പെർഫോമൻസിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ സ്ഥാപനത്തിന് എത്രത്തോളം ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോണസ് എന്ന് പറയുന്നത്. അത് നമുക്ക് റെഗുലറായിട്ട് കിട്ടുന്നതല്ല, നമുക്ക് ഇറഗുലറായിട്ട് കിട്ടുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റിനെയാണ് ബോണസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലായിരിക്കാം, അല്ലെങ്കിൽ കൊല്ലത്തിൽ 2 പ്രാവശ്യമായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ബോണസ് എന്ന് പറയുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. ഒരു കൊല്ലാവസാനം ആ വർഷത്തെ ഒരു ഫിനാൻഷ്യൽ കാൽക്കുലേഷൻ, അതായത് നമുക്ക് എത്രത്തോളം ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്
അതൊരു കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പോലെ തന്നെ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസിനും കൂടി ഒരു ഷെയർ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അവിടെ ഡിവിഡൻഡ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരിട്ടിട്ട് വിളിക്കാം. ആ ഓർഗനൈസേഷൻ്റെ ലാഭത്തിൻ്റെ ഒരു ഭാഗം ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, എംപ്ലോയീസിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് ഷെയറിംഗ് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്നായിട്ട് പറയുന്നത് കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷനാണ്. ഈ കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആ ഓർഗനൈസേഷൻ്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതായത് ആ ഒരു ഓണർഷിപ്പ് വരുമ്പോൾ എൻ്റെ സ്ഥാപനം ആണെന്ന് എനിക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു പ്ലേസ്മെൻറ്റിനെയാണ് ഇവിടെ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് തരുന്നതിന് പകരമായിട്ട് നമ്മൾ അവിടുത്തെ ഒരു ഷെയർ ഹോൾഡർ ആക്കി മാറ്റുന്നതിനെയാണ് സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ കോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളെ അതിൽ ഓണർഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മളെയും കൂടി ഒരു മെമ്പറാക്കി തീർക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിനെ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ഇൻഫോർമേഷൻ ടെക്നോളജി IT മേഖലകളിൽ വിപ്രോ, അതുപോലെ തന്നെ ഇൻഫോസിസ്, TCS ഒക്കെയാണ് കൂടുതലായിട്ട് ഈ കോ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലെ എംപ്ലോയീസിനെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ ഇതിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ട്. നെക്സ്റ്റ് വണ്ണായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാവുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. അതായത് നമ്മൾ സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് എംപ്ലോയീസിൻ്റെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു മേജർ പോർഷൻ തന്നെ ആ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പോരുമ്പോൾ അത് ചിലപ്പോൾ പേഴ്സണൽ റീസൺ ആയിരിക്കാം, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ഏത് കാരണം കൊണ്ടായാലും ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടു പോരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പെൻഷനായിട്ട് കിട്ടുന്നതായിരിക്കാം, പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, ഗ്രാറ്റുവിറ്റി ആയിരിക്കാം. ഇതിനെയൊക്കെ നമുക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയാം. ഇതിനെയും നമുക്ക് ഏത് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി റിവാർഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർക്കിസിറ്റ്സ് ആണ്. പെർക്കിസിറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയീസ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു എക്സ്പെൻസ് എംപ്ലോയി ബെയർ ചെയ്യുന്നതിന് പകരമായിട്ട് ആരാണ് ബെയർ ചെയ്യുന്നത്, എംപ്ലോയർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അലവൻസസിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, പെർക്കിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർക്കിസിറ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെഹിക്കിൾ അലവൻസ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ അലവൻസസിനെയും നമുക്ക് എന്തായിട്ട് പറയാം, പെർക്കിസിറ്റ് ആയിട്ട് പറയാം. ഇതും നമുക്ക് മോണിറ്ററി ബെനിഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതായത് മക്കളുടെ ഫീസ് എത്ര അടച്ചു എന്നുള്ളത് എംപ്ലോയിക്ക് മനസ്സിലാവും. അപ്പോൾ അത് കൊടുക്കുന്നതിന് പകരം ആരാണ് അടച്ചിട്ടുള്ളത്, എംപ്ലോയർ അടച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോണിറ്ററി വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത്രയാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിവാർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാണത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്, ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻസെൻറ്റീവ്സ് ഇൻ ഡയറക്റ്റ് മോണിറ്ററി ഫോം ഓർ മെഷർമെൻറ്റ് ഓർ മെഷറബിൾ ബെനിഫിറ്റ് in monetary form which motivate people for better performance. ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഓരോ എംപ്ലോയറും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന മോണിറ്ററി ബെനിഫിറ്റിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. അതായത് സെയിം തന്നെ, അതായത് എംപ്ലോയീസിനെ പെർഫോമൻസ് കാറ്റഗറിയിൽ ഉയർത്താൻ വേണ്ടി കൊടുക്കുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ റിവാർഡായിട്ട് പറയുന്നത്. ഇതിൽ പറഞ്ഞ സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് സ്റ്റാറ്റസ് ആണ്. എന്തിനെയാണ് നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, ഓരോ സ്ഥാപനത്തിനും ഓരോ എംപ്ലോയീസിനും അതിൻ്റേതായ ഒരു ഡെസിഗ്നേഷൻ കൊടുക്കും. ആ ഡെസിഗ്നേഷനാണ് ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി എന്താണ്,
അതിനെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയാം. അതായത് ചിലപ്പോൾ മാനേജർ ആയിരിക്കാം, ചിലപ്പോൾ സൂപ്പർവൈസർ ആയിരിക്കാം, ഫോർമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ UD ക്ലർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ LD ക്ലർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, കാഷ്യർ ആയിരിക്കാം. അതിനെ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയാം. ഈ സ്റ്റാറ്റസിനെ തന്നെ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് അതും കൂടി നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും? എന്താണ് അയാളുടെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അത് അവരുടെ പേ സ്കെയിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ അവിടുത്തെ പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ഏതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ ബേസിസിൽ നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന് ഓരോ ഗ്രൂപ്പിനും ഓരോ സ്റ്റാറ്റസ് എന്ന് പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ അതോറിറ്റീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ സോഷ്യോളജിക്കൽ ആയിരിക്കാം, സൈക്കോളജിക്കൽ ആയിരിക്കാം. അങ്ങനെ കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെയാണ് അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറീനെയാണ് നമ്മൾ നോൺ മോണിറ്ററി ബെനിഫിറ്റിൽ ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ ഒരു ഗുഡ് വിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, ആ പറയുന്ന ഒരു കാറ്റഗറി, ഒരു പദവിയിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, ആ ഒരു ബെനിഫിറ്റാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പറയാൻ പറ്റാവുന്നത് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആണ്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് അതായത് നമുക്ക് ഓരോ ഓർഗനൈസേഷനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റൽ ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് എൻവയൺമെൻറ്റൽ അറ്റ്മോസ്ഫിയർ അവിടെ ഓരോ എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യുന്നത് ചില സ്ഥാപനങ്ങളിൽ പാർക്കുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ക്യാൻറ്റീൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ മക്കളെ കൊണ്ടുവന്ന് നിർത്താനുള്ള ക്രഷുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് ആ ക്യാമ്പസിൽ തന്നെ സ്കൂളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള ഫെസിലിറ്റീസ് ആയിരിക്കും ആ എംപ്ലോയീസിൻ്റെ ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസിനെ കവർ ചെയ്യത്തക്ക വിധത്തിൽ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ജോലിയിൽ അദ്ദേഹത്തിന് ഫുൾ അറ്റൻഷൻ കിട്ടാനായിട്ട് ഉതകുന്ന തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ജോലിയിലേക്ക് ഒരു പോസിറ്റീവ് അപ്രോച്ച് മെൻ്റലി ഫിസിക്കലി ഉണ്ടാക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിനെ നമുക്കിവിടെ എന്തായിട്ട് പറയാം? ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആയിട്ട് പറയാം. തേർഡ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ഗോൾസ് ആണുള്ളത്, പേഴ്സണൽ ഗോളും അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോളുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സണൽ ഗോളാണ്. എൻ്റെ ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ സ്വയമായിട്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് എൻ്റെ സ്കില്ലുണ്ട്, എബിലിറ്റി ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, നോളേജ് ഉണ്ട്, തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്. ഇതിലെല്ലാത്തിലും ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇവിടെ കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പ്രൊമോഷനുള്ള സാധ്യത. എന്നും ഞാനൊരു ക്ലർക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇല്ല. എന്നിൽ കൂടുതലായിട്ട് അതോറിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് എന്നെ ഏൽപ്പിക്കുകയും എന്നെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നതിലുള്ള ഒരു ഉയർച്ചയിലേക്ക് എന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് എനിക്കവിടെ കരിയർ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? എപ്രീസിയേഷനും കിട്ടിയിരിക്കണം. നമ്മളുടെ സ്കില്ല്, നമ്മളുടെ ടാലൻറ്റ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാനേജ്മെൻറ്റ് കാണിക്കുമ്പോഴാണ് നമുക്ക് പ്രൊമോഷൻ പോളിസി എന്ന് പറയുന്നതിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കരിയർ അഡ്വാൻസ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് എൻറിച്ച്മെൻറ്റ്. എൻ്റെ ഒരു ലെവലിലേക്ക് നിന്നുകൊണ്ട് അതിലൊരു വളർച്ച,
അതായത് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നിലുള്ള കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നിലുള്ള വീക്ക്നെസ്സിനെ കണ്ടെത്തിക്കൊണ്ട് അതിലുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതെയാക്കി അതിലുള്ള പോസിറ്റീവിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ ഒരു മാക്സിമം ഒപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു വളർച്ചയെയാണ് നമ്മൾ ഇവിടെ ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് അതോറിറ്റീസ് എടുത്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു ഹൈ ലെവലിലേക്ക് ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലെവലിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, എംപ്ലോയി റെക്കഗ്നിഷൻ ആൻഡ് പ്രോഗ്രാംസ്. ഒരു എംപ്ലോയിയുടെ കഴിവുകളെ അഡ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ളൊരു റെക്കഗ്നിഷൻ കിട്ടുക, അംഗീകാരം കിട്ടുകയും അതുപോലെ തന്നെ അതിന് റിവാർഡ് കിട്ടുകയും ചെയ്യുമ്പോഴാണ് അവിടെ കറക്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഓരോ എംപ്ലോയീസിനെയും മെൻ്റലി ഫിസിക്കലി കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ എംപ്ലോയീസിൻ്റെയും കഴിവുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും അതിനോട് ഉതകുന്ന തരത്തിലുള്ള റിവാർഡ് കിട്ടാനും ഉള്ള പ്രോഗ്രാംസ് ആ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് കൺഗ്രാജുലേറ്റ് ചെയ്യണം, ഓരോ കഴിവുകളിനെയും അംഗീകരിക്കുന്നത് തരത്തിൽ അത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറുണ്ടാവണം, കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ആ അംഗീകാരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സും അതുപോലെ തന്നെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സും കൊടുക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ റിവാർഡിങ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സജഷൻ, അവിടെ എന്താണ് അവർക്ക് റിവാർഡായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സജഷൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൂടി വരണം. അപ്പോൾ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ എംപ്ലോയീസിൻ്റെ ഒരു റിവാർഡ് അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ ഒരു റെക്കഗ്നീഷൻ കൂടിയാണ്. അപ്പോൾ അതിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൂടി ഉയർത്തുമ്പോഴാണ് അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു എംപ്ലോയി റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റിയാണ്. ഓരോ എംപ്ലോയീസിനും സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അവിടെ അവരുടെ വെൽഫെയർ ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു ഇൻഷുറൻസ് സ്കീം അവർക്ക് വേണ്ടിയിട്ട് ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കണം. അവിടെ അവർ സെക്യൂർഡ് അല്ല അല്ലെങ്കിൽ അവിടെ പ്രൊട്ടക്റ്റഡ് അല്ല, അവരുടെ താല്പര്യങ്ങൾ അവരുടെ കഴിവുകളെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കില്ല. ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും ഒരു എംപ്ലോയീസ് ലോങ് ടേമിൽ നിൽക്കില്ല. ഷോർട്ട് ടേമിൽ അവർ ചിലപ്പോൾ നിന്നു എന്ന് വരാം, ലോങ് ടേമിൽ അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ കൂടുതലായിട്ട് അവർക്ക് അതിൽ താല്പര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റേതായ നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ജോബ് എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയി പാർട്ടിസിപ്പേഷനാണ്. എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെയും കൂടി ഇൻവോൾവ് ചെയ്യുക, അവരുടെ ഒരു കോപ്പറേഷൻ അതുപോലെ തന്നെ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അതും കൂടി അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് എംപ്ലോയീസിനെയും കൂടി ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിലും എന്ത് കാണിച്ചിരിക്കണം, അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതിന് ഒരു മുൻഗണന, ഒരു മുൻതൂക്കം കൊടുത്തിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് എംപ്ലോയീസിന് സാധിക്കുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഗോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഗോളാക്കുകയും ഓർഗനൈസേഷണൽ ഗോളിന് വേണ്ടിയിട്ട് ഓരോ എംപ്ലോയീസിൻ്റേതായുള്ള പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ തിങ്കിങ് ആയിരിക്കാം, അവരുടെ ഐഡിയാസ് ആയിരിക്കാം, അവരുടെ പ്രൊഡക്ഷൻ ആയിരിക്കാം, അവരുടെ എബിലിറ്റി ആയിരിക്കാം, ടാലൻ്റ് ആയിരിക്കാം, ഇതിൻ്റെ എല്ലാം കോൺട്രിബ്യൂഷൻ വരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്ന് പറയുന്നതിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടിയും ഒരു വളരെയധികം എൻകറേജ് ചെയ്യണം.
ആരെ എൻകറേജ് ചെയ്യണം? ഓർഗനൈസേഷനിൻ്റെ മാനേജ്മെൻറ്റ് എൻകറേജ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എംപ്ലോയി എംപവർമെൻ്റ് ആണ്. ജോബ് എംപവർമെൻറ്റ് പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എംപ്ലോയി എംപവർമെൻറ്റ്. പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഓർഗനൈസേഷണൽ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഗോള് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ പേഴ്സണൽ ഗോളും അച്ചീവ് ചെയ്യണം. അപ്പോൾ എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഉയർച്ച മാത്രം നോക്കിയാൽ പോരെ, അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റേതായിട്ടുള്ള ഉയർച്ചകളെ കൂടി പരിഗണിക്കത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളായിരിക്കണം എംപ്ലോയി എംപവർമെൻറ്റിൽ വരേണ്ടത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് എംപ്ലോയീസിനെ പുരോഗതിയിലേക്ക് ഉയർത്തത്തക്ക വിധത്തിലുള്ള റിവാർഡ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റുകളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാ സ്റ്റുഡൻസിനും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു മോണിറ്ററി ബേസിസിലുള്ള മെഷർമെൻ്റ് ആണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇത് ആദ്യം പറഞ്ഞ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മോണിറ്ററി ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളത് നോൺ മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്നുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ചെറുതായിട്ടുള്ളൊരു ടോപ്പിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്കിത് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആൻഡ് ദ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഒരു പവർ പോയിന്റിൽ 5 പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ 5 പോയിൻ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ റിവ്യൂവിൽ എഴുതിയെടുക്കേണ്ടതാണ്. അതായത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള 3 പോയിൻ്റ് പഠിച്ചാൽ മതിയും. പക്ഷേ ഒരു എബവ് ആവറേജ് ഉള്ള കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കൂടുതൽ പോയിൻ്റ് തന്നെ നമ്മൾ എഴുതണം. അതായത് നമ്മൾ പറഞ്ഞു 4 മാർക്കിൻ്റെ ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 5 പോയിൻ്റെങ്കിലും പഠിക്കണം. 5 പോയിൻ്റ് പഠിക്കുമ്പോഴാണ് 4 പോയിൻ്റെങ്കിലും നിങ്ങൾക്കത് എഴുതാനായിട്ട് സാധിക്കുക. അത് 4ഉം നന്നായിട്ട് എഴുതുമ്പോഴാണ് 4 മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. So what is the difference between the monetary benefit and the non-monetary benefit? First one എന്ന് പറയുന്നത് monetary benefit. It is an incentive which involve direct money to the employees. അതിൻ്റെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിനും ക്യാഷായിട്ട് കിട്ടുന്ന റിവാർഡ്സിനെയാണ് നമ്മൾ മോണിറ്ററി ഇൻസെൻറ്റീവായിട്ട് പറയുന്നത്. അതേ സമയം നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് ദ ഇൻസെൻറ്റീവ് വിച്ച് ഡു നോട്ട് ഇൻവോൾവ് ഡയറക്റ്റ് മണി ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഡയറക്റ്റായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ക്യാഷായിട്ട് കിട്ടുന്നതിനെയാണ് മോണിറ്ററി ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ മോണിറ്ററി റിവാർഡ് എന്ന് പറയുന്നത്. അതേസമയം നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ നോൺ മോണിറ്ററി റിവാർഡ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് എംപ്ലോയീസിന് ക്യാഷായിട്ട് കിട്ടാത്ത ബെനിഫിറ്റിനെയാണ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവായിട്ട് പറയുന്നത്. സെക്കൻഡ് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റാവുന്നത് monetary rewards can work as a negative force to the organization because the people of the organization who are getting monetary rewards only concentrate on more money by leaving the morality. നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതായത് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് ഓരോ എംപ്ലോയീസിനും കിട്ടുന്നത്. അവിടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓൺലി ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റാണ്. എനിക്ക് എത്രത്തോളം പണം കിട്ടും അതിന് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് പണം മോഹിക്കുന്ന എംപ്ലോയീസ് ആകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? മൊറാലിറ്റി എന്ന് പറയുന്നതാണ് നഷ്ടപ്പെടുന്നത്. അതേസമയം നോൺ മോണിറ്ററി റിവാർഡ്സ് ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ആക്ട് ആസ് എ പോസിറ്റീവ് ഫോഴ്സ് because the people who are getting non-monetary rewards usually don't get attracted to money and focus on the emotional and psychological benefit. Non-monetary rewards ആകുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് അപ്രോച്ചാണ്.
അവിടെ നമ്മൾ നോക്കുന്നത് സൽപ്പേര് മാത്രമാണ്. അല്ലാതെ എനിക്ക് എത്രത്തോളം പണം കിട്ടുന്നുണ്ട് എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ അട്രാക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇമോഷണലാണ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ബെനിഫിറ്റാണ്. എനിക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, എനിക്ക് കൂടുതലായിട്ട് മരുന്ന് മേടിക്കേണ്ടി വന്നു, പക്ഷെ അത് എൻ്റെ സ്ഥാപനം വഹിച്ചത് കൊണ്ട് എനിക്ക് അത്രത്തോളം ഒരു മെഡിക്കൽ ഫെസിലിറ്റി കിട്ടി. എൻ്റെ മക്കളെ നല്ല സ്കൂളിൽ അല്ലെങ്കിൽ നല്ല കോളേജിൽ നല്ലൊരു എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ സ്ഥാപനം എന്നെ ആ ഫീസ് കൊടുക്കുന്നതിൽ സഹായിച്ചത് കൊണ്ടാണ്. അവിടെ വരുന്നത് എന്തൊരു ഫീലിംഗ് ആണ്? ഒരു പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണ്. അവിടെ ഒരു മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ നോൺ മോണിറ്ററി ബെനിഫിറ്റിൽ വരുന്നത്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്? മോണിറ്ററി ഇൻസെൻറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും, അതേസമയം നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. അതിനുള്ള കാരണം എന്താണ്? മൊറാലിറ്റി എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും കൂടുതൽ പ്രാധാന്യം മോണിറ്ററി റിവാർഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേസമയം നോൺ മോണിറ്ററി ബെനിഫിറ്റിലാണെങ്കിൽ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ തരുന്ന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സേഫ്റ്റിയാണ്. അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇമോഷണൽ ഫീലിങ്സും സൈക്കോളജിക്കലായിട്ടുള്ള പ്രൊട്ടക്ഷനുമാണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ഡിഫറൻസ്, സംടൈംസ് മോണിറ്ററി റിവാർഡ്സ് ഗിവൺ ടു വൺ എംപ്ലോയി മേ അറൈസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ അതർ എംപ്ലോയി ആൻഡ് ദർ വുഡ് ബി എ പ്രോബ്ലം ഓഫ് ഡിസ്റ്റർബ്ഡ് റിലേഷൻഷിപ്പ് എമംഗ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അവിടെ വരുമ്പോൾ ഒരു ചില സമയത്ത് ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എംപ്ലോയീസിനെ നയിക്കാനും അവിടെ എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവൻ അത്ര കൊടുത്തു, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ, അവർക്ക് അത്ര കൂടുതലായിട്ട് കൊടുത്തു, എനിക്ക് ഇത്രയേ കൂടുതൽ കിട്ടിയുള്ളൂ, അപ്പോൾ എൻ്റെ ബെനിഫിറ്റിന് അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിന് ഒരു വിലയുമില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് എംപ്ലോയീസിനെ നയിക്കാനായിട്ടൊരു ചാൻസ് ഉള്ളതായിട്ടാണ് മോണിറ്ററി റിവാർഡ്സിൽ നമ്മൾ കാണുന്ന ഒരു ഡിഫക്റ്റ്. അതേസമയം നോൺ മോണിറ്ററി റിവാർഡ്സ് ആണെങ്കിൽ ഡു നോട്ട് അറൈസ് എനി കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് വിത്തിൻ ദ എംപ്ലോയീസ്, ബിസൈഡ്സ് ദേ എൻകറേജ് ഹെൽത്തി റിലേഷൻഷിപ്പ് എമംഗ് ദം. അവിടെ വരുന്നത് ഒരു നല്ലൊരു റിലേഷൻഷിപ്പാണ്. അതായത് അവിടെ കൂടുതലായിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫീലിംഗ് ആണ്. അവിടെ കൂടുതലായിട്ട് ഒരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അവിടെ നിങ്ങൾ പഠിച്ചപ്പോൾ കൂടുതലായിട്ട് എംപവർമെൻ്റ് എന്ന് പറയുന്നത് എംപ്ലോയി എംപവർമെൻറ്റും ജോബ് എംപവർമെൻ്റ് ആണ്. അപ്പോൾ എന്നോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും ഒരു ടീമിൻ്റെ തന്നെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്നത് മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി ഞാൻ മാത്രം ചെയ്താൽ പോലെ അത് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ ടീം വർക്ക് കൂടി വരാണ്. അപ്പോൾ അതിവിടെ വരുന്നത് എന്താണ്? കോർഡിനേഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്, റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മോണിറ്ററി ബെനിഫിറ്റിൽ നമ്മൾ പറയുന്നത് അവിടെ റിലേഷൻഷിപ്പ് വീക്ക്നെസ് ആണ് സംഭവിക്കുന്നത്. അതായത് എംപവർമെൻ്റ് അല്ല സംഭവിക്കുന്നത്. കോർഡിനേഷൻ എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഉയർത്തി കാണിക്കുന്നത്. അതേസമയം നോൺ മോണിറ്ററി ആണെങ്കിൽ അവിടെ കോർഡിനേഷൻ ഉണ്ടാവുകയും നല്ലൊരു റിലേഷൻഷിപ്പ് എംപ്ലോയീസ് തമ്മിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് മോണിറ്ററി റിവാർഡ്സ് ആർ ഗിവൺ ടു ദ എംപ്ലോയീസ് ഹു ആർ എക്സ്ട്രീംലി പെർഫോമിങ് ഓർ എക്സ്ട്രീംലി ടാലൻറ്റ്. ഇവിടെ മോണിറ്ററി ബെനിഫിറ്റ് ആർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ? എക്സ്ട്രീം പെർഫോമൻസ് കാണിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അതേസമയം നോൺ മോണിറ്ററി റിവാർഡ്സ് ആണെങ്കിൽ യൂഷ്വലി ഗിവൺ ടു ഓൾ ദ എംപ്ലോയീസ് ഓഫ് എ സെർട്ടൈൻ ലെവൽ ടു ഓഫർ ദം കൺവീനിയൻസ് ആൻഡ് സെക്യൂരിറ്റി. അവരുടേതായിട്ടുള്ളൊരു കൺവീനിയൻസിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ ആ എംപ്ലോയീസിന് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക വിധത്തിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്യാൻറ്റീൻ ഉണ്ട്.
ഈ ക്യാൻറ്റീനിൽ അവിടെ തസ്തിക നോക്കിയിട്ട് സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല പോകുന്നത്. എല്ലാവർക്കും ഒരുപോലെ കയറി ചെല്ലാൻ പറ്റാവുന്നൊരു സ്ഥലമാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്രഷ് ഉണ്ട്. ഏത് എംപ്ലോയീസിൻ്റെ മക്കൾക്കായാലും ആ ക്രഷ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നോൺ മോണിറ്ററി എന്ന് പറയുന്നത് സ്റ്റാറ്റസിനനുസരിച്ച് കൊണ്ട് അവിടെ ഒരു വേർതിരിവ് വരുന്നില്ല. അതേസമയം മോണിറ്ററി റിവാർഡ്സ് ആകുമ്പോൾ അവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അവരുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അതായത് ടാലൻറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ പെർഫോമൻസ് ഹൈ ലെവൽ കാണിക്കാത്ത ആൾക്കാർക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടാത്തൊരു സ്ഥിതി വരാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് റിവാർഡായിട്ട് നമുക്ക് പറയാവുന്നത് മോണിറ്ററി റിവാർഡ്സ് ആർ കൺസിഡേർഡ് ആസ് എൻ എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ പേയ്മെൻറ്റ് ടു ദ എംപ്ലോയീസ്. മോണിറ്ററി ബെനിഫിറ്റ്സ്, മോണിറ്ററി ഇൻസെൻറ്റീവ്, മോണിറ്ററി റിവാർഡ്സ് ഒരു ഓർഗനൈസേഷന് ഒരു എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ എക്സ്പെൻസ് ആണ്. അതായത് അവർക്ക് ഇൻസെൻറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലവൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബേസിക് സ്കെയിലുള്ള ഡിയർനെസ് അലവൻസ് ആയിക്കോട്ടെ, ഇൻക്രിമെൻ്റ് ആയിക്കോട്ടെ, അത് ആ സ്ഥാപനത്തിൻ്റെ മൊത്തമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. അത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതിനെ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസ് കൂടുതലാവാനും സാധ്യതയുണ്ട്. അതേസമയം നോൺ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് എൻ എക്സ്പെൻസ് ടു ദ ഓർഗനൈസേഷൻ ബട്ട് ദർ ഈസ് നോ ഡയറക്റ്റ് മണി ഗിവൺ ടു ദ എംപ്ലോയി. ഒരിക്കലും അവിടെ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് അല്ല, ഓവറോൾ ആയിട്ടുള്ള ആ സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസാണ്. ഒരു ക്യാൻറ്റീൻ വരുന്നു, അത് ആ സ്ഥാപനത്തിൻ്റെ മൊത്തമായിട്ടുള്ള ചിലവാണ്. ഒരു ക്രഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് ആ സ്ഥാപനത്തിൻ്റെ മൊത്തമായിട്ടുള്ളതാണ്. ഒരു റെസ്റ്റ് റൂം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതൊക്കെ ആ സ്ഥാപനത്തിൻ്റെ മൊത്തമായിട്ടുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള ഒരു ജനറൽ എക്സ്പെൻസ് ആണ്. അല്ലാതെ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമായിട്ട് വരുന്ന എക്സ്പെൻസ് അല്ല. ഇത്രയുമാണ് നമ്മളുടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നതിൽ മോണിറ്ററി റിവാർഡ്സും അതുപോലെ തന്നെ നോൺ മോണിറ്ററി റിവാർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇൻസെൻറ്റീവ്. അതായത് ഓരോ എംപ്ലോയീസിനും മോണിറ്ററി ആയിട്ട് കിട്ടുന്ന അവരുടെ പെർഫോമൻസിൻ്റെ മെഷർമെൻറ്റിൽ കിട്ടുന്ന മോണിറ്ററി അല്ലെങ്കിൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സിനെയാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. അവിടെ 2 ക്ലാസിഫിക്കേഷനാണുള്ളത്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവും. അതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻ നമ്മൾ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും അവസാനം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്കഷനും കൂടിയും തീർത്തുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു എന്നും കൂടി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. Thank you very much. Have a nice day.